നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നില്ലേ ഞാൻ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടസറിൽ വരുന്ന സെമി ടസറിൽ വരുന്ന ഒരു അടിപൊളി ബാട്ടിക് പ്രിന്റ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണല്ലോ ബാട്ടിക് പ്രിന്റ്. എന്നും ഇപ്പൊ ഈ എവർഗ്രീൻ എന്ന് പറയാവുന്ന പോലെ ഉള്ള ഒരു പ്രിന്റാണ് ബാട്ടിക് പ്രിന്റ്. അതുപോലെ ടസർ, ഇപ്പൊ ടസറിന്റെ നമുക്കറിയാം ഒറിജിനലിന്റെ റേറ്റ് എതിലെ പോയാലും നല്ലത് എടുക്കുമ്പോൾ 5,000 എബോവ് ആണ്. അപ്പം അതെല്ലാവർക്കും അഫോർഡബിൾ അല്ല, എല്ലാവർക്കും അത് താല്പര്യവും ഇല്ല. പക്ഷെ വളരെ ബഡ്ജറ്റ് റേറ്റിൽ എന്നാൽ ടസറിന്റെ ഭംഗി ഒട്ടും കുറയാതെ ബാട്ടിക് പ്രിന്റ് വരുന്ന കുറച്ച് ചുരിദാർ സെറ്റാണ് ഞാൻ കാണിക്കുന്നത്. നല്ല ഭംഗിയാണ്, വളരെ ബഡ്ജറ്റ് റേറ്റ് ആണ്, എന്നാൽ നിങ്ങൾക്ക് നല്ല ഫംഗ്ഷൻ വെയർ ആയിട്ട് ഇടാനും പറ്റും. അതിൽ കാന്താ വർക്കും കൂടെ ചെയ്തു വരുമ്പം ഭയങ്കര രസമായിരിക്കുമല്ലോ. ഒന്ന് നോക്കുക, ഇതാണ്. നിങ്ങൾ ആ സ്റ്റഫിലേക്ക് നോക്ക്, ടസറിന്റെ എന്താ ഫീല് കിട്ടുന്നത്. നല്ല ടസർ, പ്യുവർ ടസറിന്റെ അതേ ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ പ്യുവർ ടസറിന്റെ കാര്യം പറഞ്ഞാൽ നമ്മളത് ഭയങ്കരമായിട്ട് കെയർഫുൾ ആയിട്ട് മാനേജ് ചെയ്യണം. എന്നാ പറയുന്നത്, ഡ്രൈ വാഷ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതിന് ശ്രദ്ധിക്കണ്ട എന്നൊന്നും പറയുന്നില്ല, പക്ഷെ അത്രയ്ക്കുള്ള ഒരു ഇതൊന്നും ആവശ്യമില്ല, കാരണം പ്യുവർ അല്ലാത്തത് കൊണ്ട് തന്നെ. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ കണ്ടോ. ഇത് ഈ ബോഡിയില് ഇതിപ്പോ ഒനിയൻ കളറാണ്, ഡാർക്ക് ഒനിയൻ കളർ. എന്നിട്ട് ബോഡിയിൽ കാന്താ വർക്കും കൂടെ ചെയ്തിരിക്കുക, ഇടയ്ക്ക് ഒരു ഗ്ലാസ് വർക്ക് ചെയ്തിട്ടുണ്ട്. തനി ടസറിന്റെ ഫീല് വരുന്ന സാരി, കുർത്തി, ചുരിദാർ സെറ്റ്, അൺസ്റ്റിച്ച്ഡ് ചുരിദാർ മെറ്റീരിയൽ. ഇനി ഇതിന് ബോട്ടമായിട്ട് വരുന്നത് ഇതാ, സെയിം മെറ്റീരിയൽ തന്നെയാണ്, സെയിം സ്റ്റഫ് തന്നെയാണ്, എല്ലാം സെയിം ആണ്. സെമി ടസറിന്റെ തന്നെ ബോട്ടമാണ് വന്നിരിക്കുന്നത്. ഒനിയൻ പിങ്ക് വിത്ത് പിസ്ത ഗ്രീൻ. ദുപ്പട്ട വരുമ്പം ഈ പിസ്ത ഗ്രീന് ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ വരും ദുപ്പട്ട വരുമ്പം. കണ്ടോ, ഇങ്ങനെ ഇരിക്കും ദുപ്പട്ട. നല്ല സ്റ്റൈലായിട്ട് ഇടാം, ടസറിന്റെ നല്ല ഫീല് കിട്ടും, കംഫർട്ടാണ്. പിന്നെ ലൈനിങ് ഇട്ട് തയ്ക്കണം കേട്ടോ. കട്ടിയുണ്ട് എന്നാൽ പോലും ലൈനിങ് ഇട്ട് തയ്ക്കണം. ലൈനിങ് ഇട്ട് തയ്ക്കണ്ടെന്ന് ചിലപ്പോൾ നമുക്കിത് കാണുമ്പോൾ തോന്നും, പക്ഷെ ലൈനിങ് ഇട്ട് തയ്ക്കണം. അതിന്റെ ലൈഫ് കുറച്ചും കൂടെ നിൽക്കണമെങ്കിൽ ലൈനിങ് ഇട്ട് തയ്ക്കണം. നല്ല ലൈനിങ് ഇട്ട് തയ്ക്കുവാണെങ്കിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് പോകും. ഇതാണ് ആദ്യത്തേത്, ഒനിയൻ പിങ്ക് പിസ്ത ഗ്രീന്. ഷോള് വന്നിട്ട് ദാമൻ പോർഷനിൽ ഒനിയൻ പിങ്ക് വരും, ബോഡി പോർഷനിൽ പിസ്ത ഗ്രീൻ വരും. ഇനി അതിന്റെ കളർ ചേഞ്ചസ് ഞാൻ കാണിക്കും, കളേഴ്സ് മാത്രം കാണിച്ചു തരാം. അടുത്ത കളർ വന്നിരിക്കുന്നത് ഇത് കണ്ടോ, ഇതാണ് ബോഡിക്ക് വന്നിരിക്കുന്ന കളറ്. ഇങ്ങനെ ബോഡിക്ക് ഇത് ബോട്ടം വരുമ്പോ ഇങ്ങനെ വരും. ഷോള് വരുമ്പം ബോഡി പോർഷനിൽ ഈ ബോട്ടത്തിന്റെ കളർ വരും, താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ വരും. എന്താ ഇങ്ങനെ ഇരിക്കും. നല്ല നിങ്ങൾ ആ സ്റ്റഫിലോട്ട് നോക്കി, കറക്റ്റ് ആണോ സ്റ്റഫ് കിട്ടുന്നത്? നമ്മൾ നേരെ കാണുമ്പോൾ അത്രയും കിട്ടുന്നുണ്ടോ? നേരെ കാണുമ്പോൾ ആ കറക്റ്റ് ടസറിന്റെ ആ ഫീല് കറക്റ്റ് ആയിട്ട് അറിയാം. വീഡിയോയിൽ എത്രത്തോളം വരും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഇത് ഇങ്ങനത്തെ ടസർ വരുമ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഇത് ഇഷ്ടമാണ്. എന്താണെന്ന് ചോദിച്ചാൽ ബഡ്ജറ്റ് റേറ്റ് അല്ലേ ഉള്ളൂ, വളരെ ബഡ്ജറ്റ് റേറ്റിലാണ്. പിന്നെ അടുത്തത് ഇത് നമുക്ക് മാറ്റിക്കും. കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഡാർക്ക് ഇത് കണ്ടോ, ഇതൊക്കെ നിങ്ങൾ നോക്ക്, എന്താ നല്ല സ്റ്റൈൽ, ഒരു ക്ലാസ് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബ്ലാക്കിഷ് ഗ്രേ, തനി ബ്ലാക്ക് എന്നും പറയാൻ പറ്റത്തില്ല, തനി ഗ്രേ എന്നും പറയാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു കോമ്പിനേഷൻ. ഇട്ടേ കൂടി ഈ പിസ്ത ഗ്രീന്റെ കാന്താവർക്ക് പോകുന്നുണ്ട്. പിസ്ത ഗ്രീൻ ആണ് ബോട്ടം. ഷോള് വരുമ്പം അടിയിലത്തെ ദാമൻ പോർഷനിൽ ഇത് വരും, ബോഡി പോർഷനിൽ ഇങ്ങനെ വരും. ഞാൻ ഇതെല്ലാം നൂർത്ത് കാണിക്കുന്നില്ലെന്ന് വെച്ചാൽ, പക്ഷേ ഈ ഷോള് വരുമ്പോഴത്തേനും ഇങ്ങനെ കാണിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാകും. ബോട്ടത്തിന്റെ കളർ ഏതാണോ അത് തന്നെയാണ് സാരി ഷോളിന്റെ ബോഡി പോർഷൻ. ദാമൻ പോർഷനിൽ ബാക്കിയായിട്ടും വരും. അടുത്ത കളർ കാണിക്കാം. ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഈ ഒരു കാന്താവർക്ക് പോകുന്നുള്ളൂ, ബാക്ക് പോർഷനിൽ കാന്താവർക്ക് പോകുന്നില്ല. ഇത് ടോപ്പ്, ബോട്ടം. ഇത് ലൈറ്റ് ഗ്രേ, ഇത് ഡാർക്ക് ഗ്രേ. ടോപ്പ് വരുമ്പം ഷോള് വരുമ്പം അതുപോലെ തന്നെ ഇത് കണ്ടോ, ഡാർക്ക് ഗ്രേയുടെ ഷോളിന്റെ ബോഡി പോർഷൻ, ദാമൻ പോർഷൻ താഴോട്ടുള്ള പോർഷൻ എങ്ങനെ ഇരിക്കും. അടുത്തത് നല്ല പീച്ച്, ഇതുണ്ടോ, പീച്ച് ബോഡിക്ക് വരും. ഭയങ്കര നല്ലതാ കേട്ടോ. ഞാൻ പേഴ്സണലി ഞാൻ പറയാം, ഭയങ്കര നല്ലതാ, ഭയങ്കര ബഡ്ജറ്റ് റേറ്റ് നല്ലതാ. അതിന്റെ ഭംഗി, അതിന്റെ സ്റ്റഫിന്റെ ആ ഒരു ക്വാളിറ്റി, നമുക്ക് ഇട്ടാലൊരു ഫീല് കിട്ടും. നല്ലൊരു നമുക്കൊരു സ്വയം ഒരു ഇത് തോന്നൂലോ, കുഴപ്പമില്ല, അല്ലെങ്കിൽ തീരെ അങ്ങ് ഇതായി പോയോ എന്നൊരു തോന്നൽ ഉണ്ടാകത്തേ ഇല്ല. ആ ഒരു ടസറിന്റെ തനി ഇത് കിട്ടുന്നുണ്ട്. ഇത് ടോപ്പ്, ഇത് ബോട്ടം,
ഇത് വരുമ്പോൾ ദുപ്പട്ടയുടെ ബോഡി പോർഷൻ ഇങ്ങനെ വരും, താഴത്തെ പോർഷൻ ഇങ്ങനെ വരും. കുറേ കളേഴ്സ് ഉണ്ട്. അടുത്തത് ടോപ്പ്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഉറപ്പായിട്ടും ആ നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ആൻസർ കിട്ടത്തില്ല കേട്ടോ. എങ്കിൽ ചിലരെല്ലാം അങ്ങ് സൂം ചെയ്ത് അങ്ങ് എഡിറ്റ് ഒക്കെ ചെയ്ത് അയക്കുന്നത്, അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ആ സ്ക്രീൻഷോട്ടും പ്രൈസും കൂടെ കിടക്കുന്ന സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ പ്രൈസും നമ്പരും കൂടെ കൂട്ടിയുള്ളതേ അയക്കാവുള്ളേ. അത് സാമ്യത തന്നെ തോന്നി, എനിക്ക് തന്നെ തോന്നി. ഞാൻ ചോദിച്ചത് ഫസ്റ്റ് കാണിച്ചാണോ, നല്ല കേട്ടോ, വ്യത്യാസമുണ്ട്. ബോട്ടത്തിനും ഷോളിനും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്പർ ഒരു കാരണവശാലും സ്ക്രീനിൽ നമ്പർ നിങ്ങൾ മിസ്സാക്കി സ്ക്രീൻഷോട്ട് എടുക്കല്ലേ കേട്ടോ. ഇത് ടോപ്പ്, ഇത് ഷോള്, ഇത് ബോട്ടം. ഷോളിന് ഈ കളർ വന്ന എന്നാന്ന് ചോദിച്ചാൽ ഇതാണ് ഷോളിന്റെ കളർ, കണ്ടോ, ആണ് ഷോളിന്റെ കളർ. അത് ബോട്ടത്തിന്റെ അതേ കളർ, താഴ്ഭാഗത്ത് ഈ ഒരു കളർ. ധൈര്യമായിട്ട് എടുത്തോ, ഞാൻ പറയുന്നത്, ഞാൻ ഗ്യാരണ്ടി. പക്ഷെ സൂക്ഷിക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ ഗ്യാരണ്ടിയാണ്, ഭംഗിയുടെ കാര്യത്തിൽ എന്റെ ഗ്യാരണ്ടി. ഞാൻ പറയുന്നു ഇഷ്ടപ്പെടും. 98%, 2% ഒഴിവാക്കി ഞാൻ പറയുക. കാരണം എല്ലാവരെയും നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല ഈ ലോകത്ത്, ഒന്നിലും ഒരു കാര്യത്തിലും. അപ്പം 98% ആൾക്കാർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത് ടോപ്പിലേക്ക് ഇങ്ങനെ ലൈൻസ് താഴോട്ടാട്ടോ. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്നാന്നറിയാവോ, ഒന്നാമത് നമുക്ക് പൊക്ക ഫീൽ ചെയ്യും, വണ്ണം കുറവും തോന്നിക്കും ലൈൻസ് താഴോട്ടായത്. ഒത്തിരി പേര് അതറിയാവുന്നവർ അങ്ങനത്തേന് പ്രിഫറൻസ് കൊടുക്കും. ഇത് കണ്ടോ, ഇത് ബോട്ടം. ഇതുകൊണ്ട് സത്യം പറഞ്ഞാൽ നല്ലതായിട്ടൊരു ടോപ്പ് തയ്ക്കാം. സെയിം മെറ്റീരിയൽ നല്ലതായിട്ടൊരു ടോപ്പ് തയ്ക്കാൻ ഒരു ചെറിയൊരു ഡിസൈനും ബോട്ടത്തിന്റെ എൻഡിൽ കൊടുക്കാനുള്ളതുണ്ട്. ഇത് ദുപ്പട്ട. ഒരേ കളർ തന്നെ നിങ്ങൾ എല്ലാവരും ചോദിച്ചോണ്ട്, നിങ്ങൾക്ക് ഒരു കളർ ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അടുത്ത കളർ ചൂസ് ചെയ്യും കേട്ടോ. ഞാൻ വളരെ ബഡ്ജറ്റ് റേറ്റിൽ ക്വാണ്ടിറ്റി കൂട്ടി റേറ്റ് കുറച്ച് അങ്ങനെയുള്ള ഒരു ഇതിലാണ് നമ്മൾ ഈ പ്രാവശ്യം ഇതിന് സെയിൽ നടത്തുന്നത്. വളരെ ബഡ്ജറ്റ് റേറ്റ് മാത്രമേ ഞങ്ങൾ ഇതിന് ഇട്ടിട്ടുള്ളൂ. അടുത്തത് മസ്റ്റാർഡ് യെല്ലോ ടോപ്പ്. മസ്റ്റാർഡ് യെല്ലോയുടെ ടോപ്പ് ഈ ഒരു ഒലീവ് ഗ്രീൻ വിത്ത് പിസ്ത ഗ്രീൻ, അതായത് ഒലീവ് ഗ്രീൻ്റെ ഒരു ഷെയ്ഡില് വിത്ത് പിസ്ത ഗ്രീൻ എന്ന് പറയുന്നത് രണ്ടുകൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഫീൽ ചെയ്യും. നല്ല കോമ്പിനേഷൻ ആട്ടോ, സത്യമായിട്ട് ഞാൻ പറയാം. നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോ. ഇതാണ് ദുപ്പട്ട. മുകളിൽ ഇത് വരും, താഴെ ഇത് വരും. എന്നാ ഒരു സ്റ്റൈലായിരിക്കും എന്നറിയാം. ഞാൻ എന്തായാലും ഒരെണ്ണം എടുത്ത് തയ്ച്ചാലോ, ഇപ്പൊ കൺഫ്യൂഷൻ വരും ഭയങ്കരമായിട്ട്. ഇതിൽ ഏത് വേണം എന്നൊരു കൺഫ്യൂഷൻ വരും. ഇത് തല തിരിച്ചും വരുന്നുണ്ട്. ഇത് വരും ടോപ്പ്, ബോട്ടം വന്നിട്ട് ഇങ്ങനെ ഉണ്ടോ. ദുപ്പട്ട വരുമ്പോ ഇതിന്റെ ഇങ്ങനെ ദുപ്പട്ടയുടെ മേൽഭാഗം ഇങ്ങനെ ഇരിക്കും, താഴത്തെ ഭാഗം ഇങ്ങനെയും ഇരിക്കും. ഇനി അത് തന്നെ തിരിഞ്ഞു വരുന്നു. ടോപ്പ് ബോട്ടമായിട്ട് വരുന്നു, ബോട്ടം ടോപ്പുമായിട്ട് വരും. ഇത് ടോപ്പായിട്ട് വരും, കണ്ടോ, ടോപ്പായിട്ട് വരും. ഇത് ബോട്ടമായിട്ട് വരും. ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെ വരും, കണ്ടോ. നല്ല രസമാണ്. ആ ഒരു കാന്താവർക്കും ആ ഒരു ടെസറിന്റെ ആ ഒരു ഗ്ലോയും കാന്താവർക്കിന്റെ ആ ഒരു ഫിനിഷിങ്ങും പിന്നെ ആ ഒരു ഗ്ലാസ് വർക്കിന്റെ ഒരു ഭംഗിയും എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല ഭംഗിയാ. നല്ലതായിട്ട് തയ്ക്കുന്നിടത്ത് കൊടുത്ത് തയ്പ്പിച്ചോ, നല്ല ബോട്ട് നെക്കോ നല്ല വൈഡ് നെക്കോ ബാക്കിൽ ഒരു സിപ്പോ ഒക്കെ കൊടുത്ത് തയ്പ്പിച്ചോ, നല്ല സ്റ്റൈലായിട്ട് ഇടാം. അതിന് ചേരുന്ന ഒരു ഓർണമെന്റ്സും കൂടെ വാങ്ങിച്ച് പേളിന്റെ ഒക്കെ ഇടുവാണെങ്കിൽ, ഇപ്പൊ ഇതിനൊക്കെ ആണെങ്കിൽ പീച്ച് പേളൊക്കെ ഇടുവാണെങ്കിൽ, അല്ലെ വൈറ്റ് പേളാണെങ്കിലും ഇടുവാണെങ്കിൽ നല്ല രസമായിരിക്കും. വളരെ ബഡ്ജറ്റ് റേറ്റിലാണ്. ഞാൻ ഇങ്ങനെ ചുരിദാർ സെറ്റിനെ പറ്റി പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ പറയാറേയില്ല അങ്ങനെ ചുരിദാർ സെറ്റ്. നിങ്ങൾക്ക് നല്ലതെന്നൊക്കെ പറയും, പക്ഷെ വാങ്ങിച്ചോന്ന് ഇങ്ങനെയും പറയാതെ എനിക്ക് അത്ര ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നതാ. കാരണം എനിക്ക് ഒത്തിരി വേണ്ടപ്പെട്ടവര് എൻ്റെ ഓൺലൈൻ കസ്റ്റമേഴ്സിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരുന്ന് വീഡിയോ കാണുന്നവരുണ്ട്. താങ്ക് യു.